ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ഈദ് പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെ വീഡിയോയിലായിട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മൾ നേരെ വിട്ടത് ശോഭ സിറ്റിയിലേക്കാണ്. ഈ ഒരാളെ നിങ്ങൾക്കറിയോ? ശോഭ സിറ്റിയിലത്തെ മെയിൻ ആട്ടോ. പിന്നെ പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അങ്ങനത്തെ ഞങ്ങളിപ്പോൾ മേലത്തെ ഫ്ലോറിലേക്കാണ് കയറുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ എൻ്റെ സഫയുടെ ഒക്കെ ഫേവറേറ്റ് സെക്ഷനായി ഈ ബുക്കിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ എന്തായാലും വന്നാൽ ഞങ്ങൾ എന്തായാലും ഇവിടെ കയറാണ്ട് ഏതെങ്കിലും ബുക്ക് എടുക്കാണ്ട് പോയില്ല. കാരണം ഞങ്ങളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബുക്ക് വേൾഡ് തന്നെയാണ്. എല്ലാ വീഡിയോസിലും ഞാൻ ശോഭയിൽ വരെ വരുന്നെങ്കിൽ എന്തായാലും ഈ സ്ഥലത്ത് കയറാണ്ട് പോകാറില്ല. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമേ. നമ്മൾ ശോഭയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഡ്രസ്സ് എടുക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞാൽ സഫയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഡ്രസ്സ് എടുക്കാണ്ട് പോകാൻ തോന്നിയില്ല. അപ്പോൾ ഈ കണ്ട ഈ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് ഇട്ട് നോക്കി. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് എടുത്തു. അങ്ങനെ സഫയ്ക്ക് നമ്മളിപ്പോൾ ഓരോരോ ഡ്രസ്സായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ഞങ്ങൾ കുറേ തപ്പി, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സഫയ്ക്ക് നമ്മൾ ഓരോരോ ഡ്രസ്സ് മാറ്റി മാറ്റി നോക്കിയായിരുന്നു ഏതാണ് നല്ലത് എന്നുള്ളത്. ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെ പുറത്ത് ഇറങ്ങിയപ്പോൾ കുഞ്ഞു കുഞ്ഞേ കമേഴ്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കട കണ്ട്. അങ്ങനെ ആ സഫക്ക് വരാനെന്നെ തോന്നിയില്ല. എന്നിട്ട് അവൾ ലാസ്റ്റ് മേലെ നിന്ന് ഇറങ്ങി വരണേന്നുള്ളൂ. ഇവിടുന്ന് എനിക്ക് മാത്രം ടോപ്പ് കിട്ടിയുള്ളൂ, സഫയ്ക്ക് കിട്ടിയില്ല. സഫയ്ക്ക് ഒന്നാണ്ട് കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ സഫയ്ക്ക് വിശന്നെന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് വാങ്ങിച്ചു. എന്നിട്ട് എനിക്ക് നോമ്പുണ്ടായിട്ട് എന്നെ കൊതിപ്പിച്ചിട്ട് സഫ കുടിക്കണത് കണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. അതുപോലെ തന്നെ ഞാൻ കുറേ തപ്പിയ ഒരു നൂഡിൽസായിരുന്നു ഈ ഒരു ബുൾഡോയുടെ ക്രീമി ആയിട്ടുള്ള ഒരു നൂഡിൽസ്. ഇത് ഹോട്ടായിട്ടുള്ള ഒരു നൂഡിൽസാണ്, എന്നാൽ ഭയങ്കര ക്രീമി ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ നെക്സ്റ്റ് വനെ കണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വിട്ടത് നേരെ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് സഫയ്ക്ക് ഒരു ടോപ്പും പാൻറ്റും എടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റുഡിയോയിൽ വന്ന്. അവിടെ നമുക്ക് നല്ല നല്ല കളക്ഷനുകൾ, ചെരുപ്പുകൾ, അതുപോലെ എന്നിട്ട് ഞങ്ങൾ മേലേക്ക് കയറി. മേലെയാണ് സഫയ്ക്ക് പറ്റിയതൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സഫയ്ക്കുള്ള ഡ്രസ്സുകൾ ഒന്നിച്ചായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് നല്ല സ്യൂട്ട് ആവണത് എന്നൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ ശോഭയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ബ്ലാക്കിൻ്റെ കളർ ചേഞ്ച് കാണാമെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കുന്നതാ. അതിന് കളർ ചേഞ്ച് ഒരു ഗ്രീന് വന്ന സഫയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ ഡ്രസ്സ് ഞങ്ങൾ എടുത്തു. പിന്നെ എന്തോ എനിക്ക് ഈ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ ഭയങ്കര രസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫ്രോക്ക് നല്ലൊരു രസമുണ്ട്. പക്ഷേ സഫയ്ക്ക് വെച്ച് നോക്കി, പക്ഷേ സഫയ്ക്ക് അത് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തില്ല. പിന്നെ നമ്മൾ പാൻസും കൂടി നോക്കാനല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ള ഈ പാൻറ്റ് കണ്ടു. ഇതിന് നേരെ കളർ ചേഞ്ച് ആയിരുന്നു പക്ഷെ എടുത്തത്. അങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ ഒരു വാച്ചിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല നല്ല എന്ത് ക്യൂട്ടായിട്ടുള്ള വാച്ചുകളാണെന്ന് അറിയാം. ഭയങ്കര ഡിഫറെൻറ്റ് പ്രിൻറ്റുകളൊക്കെ. ഇതിൻ്റെ എനിക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് വേറെ എന്തോ ഒരു ആസ്തെറ്റിക് മൂഡിലേക്കാണ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വാച്ചിൻ്റെ കളക്ഷൻസൊക്കെ. പിന്നെ അങ്ങനെ തന്നെ കുറച്ച് അധികം വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് മാറി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ മേക്കപ്പിൻ്റെ ഏരിയയാണ്. മേക്കപ്പിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എനിക്ക് സഫയ്ക്ക് ചെറിയൊരു വീക്ക്നെസ്സുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചൊരു നടന്ന് എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കി. പിന്നെന്താ ഈ ബില്ലടിക്കാൻ നോക്കുമ്പോൾ എനിക്കുള്ള മെയിൻ പ്രശ്നമാണ് ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് തലേ കുത്താനെന്ന് പറഞ്ഞിട്ട് 2-3 ബോൾസും ക്ലിപ്സൊക്കെ വാങ്ങിച്ചു. ഇതെൻ്റെ മെയിൻ വീക്ക്നെസ് ആട്ടോ. ഇങ്ങനെ ബില്ലിടാൻ നിൽക്കുന്ന നേരത്ത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചില ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾ അത് എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബില്ലടിച്ചതിന് ശേഷം നമ്മൾ എല്ലാ സ്ഥലങ്ങളിടത്തും വീഡിയോ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.